സോ നമുക്കറിയാം ഇയർഫോൺസ് ചിലർ ഈ ഹൈ ക്വാളിറ്റി ഇയർഫോൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെവിക്ക് അങ്ങനെ പ്രശ്നം വരില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ യൂസ് ചെയ്യാം, അതുകൊണ്ട് നല്ല സൗണ്ടിലൊക്കെ പാട്ടൊക്കെ കേൾക്കും. പക്ഷെ കുറേ നാൾ കഴിഞ്ഞാൽ പിന്നെ ചെവിക്ക് പ്രശ്നം വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയുക? വളരെ തെറ്റായ കൺസെപ്റ്റാണിത്. ഓക്കെ. ഓക്കെ, നല്ല ക്വാളിറ്റി ഇയർഫോൺസ് യൂസ് ചെയ്തു എന്ന് വെച്ചിട്ട് ചെവിക്കുള്ള ഡാമേജ് ഒക്കെ സെയിം ആയിരിക്കും ഏത് ഇയർഫോൺസ് ആയാലും. സോ ഇതിൽ ബേസിക്കായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരു 60-60 റൂൾ എന്ന് പറയുന്ന റൂളാണ്. 60 റൂൾ. യെസ്. സോ 60-60 റൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 60% ഓഫ് ദ മാക്സിമം വോളിയം വരെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. അതും കണ്ടിന്യൂസ് ആയിട്ട് 60 മിനിറ്റ്സ് കൂടുതൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. സോ ഈ 60-60 റൂള് ഫോളോ ചെയ്താൽ നമ്മൾ സേഫർ സൈഡിലാണ്. അല്ലെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 80 ഡെസിബലിൽ കൂടുതൽ പോയാൽ എപ്പോഴും നമ്മുടെ ചെവിക്ക് മോശമാണ്. അപ്പോൾ 80 ഡെസിബലിനുള്ളിൽ ചെയ്യുന്നതും ഒരു 40 hours പെർ വീക്ക് എന്നുള്ള ഒരു ലിമിറ്റ് വെക്കണം. അപ്പോൾ ഈ ലിമിറ്റ്സ് ഒക്കെ ഫോളോ ചെയ്താൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഇയർഫോൺസ് യൂസ് ചെയ്താലും നമുക്ക് ഒരേപോലെ തന്നെയാണ്. ഓക്കെ. പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്നതിലൊക്കെ ഇയർഫോൺസിലൊക്കെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അതുള്ളത് നല്ലതാണ്. കാരണം നമ്മൾ എത്ര നോയ്സി എൻവയോൺമെൻ്റ് ആയാലും നമ്മൾ ഒച്ച കുറച്ചിട്ടിലേക്ക് വെക്കുള്ളൂ. അതുള്ളത് അപ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്യും നമ്മളെ. ഓക്കെ.